ഹലോ ഗൈസ്, നമ്മളെ ബൂബുക്കുട്ടൻ്റെ വികൃതിയാണ് ഈ കാണുന്നതൊക്കെ കേട്ടോ. ഞാൻ അവൻ്റെ കഴുത്തിൽ ഒരു മണി കെട്ടിയിട്ടുണ്ട് അവൻ്റെ കഴുത്തിൽ, ഒരു കുഞ്ഞു മണി. അപ്പോൾ അതൊന്ന് കുടുങ്ങിയ പോലെ തോന്നിയപ്പോൾ അതൊന്ന് അഴിച്ചിട്ട് ഒരു കറുത്ത ചരട് കെട്ടിയിട്ട് അതിൽ ആ മണി കോർത്ത് കെട്ടി കൊടുക്കാൻ നിന്നത്. അപ്പോൾ ഇതാ അവൻ്റെ അക്രമങ്ങളാണ് ഇതൊക്കെ, കണ്ട അവൻ്റെ വികൃതിയാണ്. ഭയങ്കര വികൃതി വെച്ചാൽ ഭയങ്കര വികൃതിയാണ്. ബൂബൂസ ഞാൻ ചീത്ത പറഞ്ഞിട്ടാണ്. എൻ്റെ മടിയിലൊന്നും ഇരിക്കണില്ല ആള്. ഈ ചരട് കണ്ടിട്ട് അവൻ അതിട്ട് കളിക്കുക. അവൻ്റെ വിചാരം ഇതെന്തോ അവനക്ക് കളിക്കാനുള്ള എന്തോ സാധനമാണെന്നാണ് അവൻ്റെ വിചാരം. ഇവൻ ഇവിടെ ജനിച്ച് വളർന്ന കുട്ടിയാട്ടോ. ഇത് അവൻ്റെ വീടാണ്. മാളു അവനെ ഇവിടെയാണ് പ്രസവിച്ചത് കേട്ടോ. അവൻ്റെ കൂടെ വേറെ 4 കുട്ടികളും കൂടെ ഉണ്ടായിരുന്നു. അവര് മരിച്ചു പോയതാണ്. ഇവനെ മാത്രം ഞങ്ങൾക്ക് ബാക്കിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം മാളു പ്രസവിച്ച സമയത്ത്, പ്രസവം കഴിഞ്ഞ് കുട്ടികളെ കണ്ണൊക്കെ തുറന്ന് ശേഷം അവൾക്ക് പെട്ടെന്ന് വയ്യാണ്ടൊക്കെ ആയിരുന്നു. അപ്പോൾ അവള് പാലൊന്നും കുട്ടികൾക്ക് കൊടുക്കാതൊക്കെ ആയി. അങ്ങനെ വയ്യാതായൊക്കെ ചെയ്തു. അപ്പോൾ കുട്ടികളൊക്കെ മരിച്ചുപോയി. ഇവനെ മാത്രം ഞങ്ങൾക്ക് ബാക്കിയായി കിട്ടിയത്. ഇവനും വയ്യാണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇങ്ങനെ കെയർ ചെയ്ത് കുപ്പിയിലൊക്കെ പാലൊക്കെ ആക്കി കൊടുത്ത് അങ്ങനെയൊക്കെ ഇങ്ങനെ വളർത്തി ഉണ്ടാക്കിയതാണ്. ഞങ്ങളെ കൊഞ്ചിയാണ് അവന്. നമ്മളെ വീട്ടിലെ ഒരു ചെറിയ കുട്ടികളെങ്ങനെ അതേപോലെയാണ് അവനെ ഞങ്ങൾ കൊണ്ടുനടക്കുക കേട്ടോ. ഞങ്ങൾ പോകുമ്പോഴൊക്കെ അവനെ കൊണ്ടുപോകും. പക്ഷെ അവന് വണ്ടിയിൽ യാത്ര ചെയ്യാനൊക്കെ ഭയങ്കര പേടിയാണ്. ചെറുപ്പം മുതലേ ഞങ്ങൾ കൊണ്ടുപോയിട്ടില്ല. ഇപ്പോൾ ഈ പ്രായമായപ്പോഴാണ് ഞങ്ങൾ അങ്ങനെ കൊണ്ടുപോകാനൊക്കെ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ അവന് ഭയങ്കര പേടിയാണ്, ഭയങ്കര കരച്ചിലും ഒക്കെ ആയിരിക്കും വണ്ടിയിൽ പോകുമ്പോൾ. അങ്ങനെ ഇപ്പോൾ വലിയ കുട്ടിയായി അവന്. ഇപ്പോൾ അവൻ്റെ ഉമ്മാൻ്റെ അസുഖമൊക്കെ മാറിയപ്പോൾ അവനക്ക് ഇന്നെ വേണ്ട. ഫുൾ ടൈം അവൻ്റെ ഉമ്മാൻ്റെ കൂടെയാണ് അവനുണ്ടാവുക. ഉമ്മാൻ്റെ കൂടെയാണ് കളിയൊക്കെ. കുട്ടിയായപ്പോൾ അവന് ഉറങ്ങണമെങ്കിൽ ഞാൻ വേണം. ഉറക്കമൊക്കെ വന്നാൽ അവന് എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ, ഞാൻ അടുക്കളയിൽ എന്തെങ്കിലും ജോലി ചെയ്യുകയാണെങ്കിൽ അവൻ വന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് എൻ്റെ മാക്സിൻ്റെ ഇതിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കരഞ്ഞ് നടക്കും. ഞാൻ അങ്ങോട്ട് നടക്കുമ്പോഴും ഇങ്ങോട്ട് നടക്കുമ്പോഴൊക്കെ കരഞ്ഞ് നടക്കും അവന്. വിശന്നാലും അതുപോലെ തന്നെ ആ സമയത്ത് അവൻ്റെ വിചാരം ഞാനാണ് അവൻ്റെ ഉമ്മ എന്നാണ്. വിശന്നാലും ഉറക്കം വന്നാലും ഒക്കെ കരഞ്ഞുകൊണ്ടിരിക്കും, എൻ്റെ പിന്നാലെ നടക്കും. അപ്പം എനിക്ക് മനസ്സിലാവും അവന് ഉറക്കം വരുമ്പോൾ ഉള്ള ഇതും വിശന്നിട്ടുള്ളതും എനിക്ക് വേഗം അറിയട്ടോ. അപ്പം എന്തെങ്കിലും കൊടുത്ത വയറിറച്ച് കഴിച്ചിട്ട് വന്നിരിക്കാം. ആ സമയത്തൊന്നും പാത്രത്തിലൊന്നും വെച്ച് കൊടുത്താൽ കഴിക്കൂല കേട്ടോ. അവന് നമ്മൾ എടുത്തിട്ട് ഇങ്ങനെ കയ്യിൽ വെച്ച് കൊടുക്കണം. കയ്യിൽ ഇങ്ങനെ പിടിച്ച് കൊടുത്തിട്ട് തിന്നുള്ളൂ. പിന്നെ ഞാൻ ദോശയൊക്കെ ചുടുമ്പോൾ അവൻ എൻ്റെ മേത്ത് കയറി, നമ്മൾ ചെറിയ കുട്ടികളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇരിക്കൂലേ, അതുപോലെ അവനെടുത്തിട്ട് ഇങ്ങനെ അതിങ്ങനെ കാണണം അവന് ചുടുന്നതും ഒക്കെ. അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. ഇപ്പോൾ വലിയ കുട്ടി. ഇപ്പം മാളുവിൻ്റെ അസുഖമൊക്കെ മാറി. അപ്പോൾ ഇപ്പം മാളുവിൻ്റെ കൂടെയാണ് അവൻ അധിക സമയവും കളിക്കുക. ചെറിയൊരു വിഷമം ഇല്ലാതില്ല, എന്നാലും അവൻ്റെ ഉമ്മ അത് തന്നെ അല്ലേ, എന്ത് പറഞ്ഞാലും. അപ്പം അങ്ങനെ സമാധാനിക്കും ഞാൻ കേട്ടോ. ഉറക്കം വന്നാൽ ഞാൻ ഒപ്പം ഇങ്ങനെ കിടത്തി ഉറക്കി കൊടുക്കണം. അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പം അവൻ വലിയ കുട്ടിയായി. നല്ല കുട്ടിയാണ് അവൻ കേട്ടോ. പക്ഷെ വിശന്നാ ടേബിളിൻ്റെ പുറത്തൊക്കെ കയറി നോക്കും, പാത്രത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ ആരോടും ചോദിക്കൊന്നുമില്ല, അവൻ എടുത്തിട്ട് കഴിച്ചോളും. മറ്റുള്ളവർക്ക് വേണമെന്നൊന്നും അവൻ നോക്കൂല. അവന് ആവശ്യമുള്ളത് എടുത്തിട്ട് അവനുണ്ട് ഇറങ്ങിപ്പോരും കേട്ടോ. അങ്ങനെയൊക്കെയാണ്. അപ്പം ഇതൊക്കെയാണ് നമ്മളെ ബൂബുക്കുട്ടൻ്റെ കുസൃതികളാണ് ഇതൊക്കെ കേട്ടോ. അപ്പം നമ്മൾ ബൂബുക്കുട്ടനെ ഇഷ്ടമായവർ പറയണം കേട്ടോ. ബൂബുക്കുട്ടനെ ഇഷ്ടമാണ് എങ്കിൽ ഇഷ്ടമാണെന്ന് പറയണം. നമ്മളെ ബൂബുക്കുട്ടൻ ഭയങ്കര കുസൃതിക്കാരനാണ്.
ഇപ്പം കളിച്ച് ക്ഷീണിച്ചു അവന്. ബുബു ബുബു സെ പക്ഷെ ഒരനുസരണന്ന് പറഞ്ഞത് അവനക്കില്ല കേട്ടാ. വിളിച്ചോടുത്ത് അവൻ വരൂല. അങ്ങനൊക്കെ ഒരു സ്വഭാവമാണ്. അപ്പോൾ ഗൈസ്, നമ്മളെ ബൂബുക്കുട്ടനെ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അത് റിനിമോളാണ്. റിനിമോള് സ്കൂളിൽ പോകാൻ വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാനവിടെ കിടക്കുകയാണ്, അവനവിടെ കിടക്കുകയാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു.